വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ലൈഫ് 10x ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് 10x ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മളുടെ ലൈഫിൽ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റണം. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ട് എന്നാൽ നല്ല വെൽത്ത് ഇല്ല, പ്രശ്നമാണ്. നമുക്ക് വെൽത്ത് ഉണ്ട് എന്നാൽ ഹെൽത്ത് ഇല്ല, അതും പ്രശ്നമാണ്. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട് എന്നാൽ റിലേഷൻഷിപ്പ് ഇല്ല, അതും പ്രശ്നമാണ്. സോ ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. സോ നമുക്ക് എങ്ങനെ നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാമെന്ന് നോക്കാം. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരുന്നത് 8+8+8 റൂളാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. 8 മണിക്കൂർ നന്നായി ഉറങ്ങാനും 8 മണിക്കൂർ നന്നായി വർക്ക് ചെയ്യാനും ബാക്കിയുള്ള 8 മണിക്കൂർ 3F 3H 3Sന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ എന്താണ് 3F 3H 3S എന്ന് പറഞ്ഞു തരാം. 3F 3H 3S. 3F എന്ന് പറയുന്നത് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫെയ്ത്ത്. നിങ്ങൾ കുറച്ച് നേരം നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ കുറച്ച് സമയം നിങ്ങളുടെ റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലവാക്കുക. അടുത്തതായിട്ട് 3H എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, ഹൈജീൻ, ഹോബി. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, വിച്ച് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറച്ച് നേരം നിങ്ങളുടെ ഹോബീസിന് വേണ്ടിയിട്ടും മാറ്റി വെക്കാം. പലവർക്കും പല ഹോബീസാണ്. ചിലവർക്ക് ഗെയിമിങ്, ചിലവർക്ക് ഫുട്ബോൾ, ചിലവർക്ക് റീഡിങ് ബുക്സ്, ഇതെല്ലാം ഹോബീസാണ്. സോ നിങ്ങൾക്ക് എന്തൊക്കെ ഹോബീസാണോ ഉള്ളത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ആൻഡ് ഫൈനലി 3S, അതായത് സോൾ, സർവീസ് ആൻഡ് സ്മൈൽ. നിങ്ങൾ കുറച്ച് നേരം നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റും ടാലൻറ്റും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള കുറച്ച് നേരം നിങ്ങൾ സ്മൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലായിരുന്ന ഞാൻ എൻ്റെ ലൈഫ് ഡിസിപ്ലിൻ ആക്കിയതും ഒട്ടും ടൈം മാനേജ്മെൻറ്റ് അറിയാത്ത ഞാൻ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചതും ഈ ഒരു റൂൾ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങളും ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഡിസിപ്ലിൻഡ് ആക്കാനും ടൈം മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ് പറഞ്ഞുതരാം. ഈ പറയുന്ന എല്ലാ ഹാബിറ്റ്സും ഞാൻ എൻ്റെ ലൈഫിൽ ആഡ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. സോ ദ ഫസ്റ്റ് ഹാബിറ്റ്, റീഡിങ് ബുക്സ്. ഇതെല്ലാം ഞാൻ വായിച്ചിരുന്ന എൻ്റെ ബുക്കുകളാണ്. ഞാൻ ഫസ്റ്റായിട്ട് വായിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. വളരെ ഫേമസ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. ദെൻ റിച്ച് ഡാഡ് പ്രൊഫസി എന്ന് പറയുന്ന ഈ ഒരു ബുക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ദ കേഴ്സ് ഓഫ് ക്യാഷ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്തുകൊണ്ട് റീഡിങ് ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ റീഡിങ് സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യാനോ വായിക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റീഡിങ് ഹാബിറ്റ് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ഹാബിറ്റ്, മെഡിറ്റേഷൻ. നിങ്ങൾ എന്നും രാവിലെ 10 മുതൽ 15 മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും നിങ്ങളുടെ ഫോക്കസിങ് ആൻഡ് കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും 20 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇന്നലെ എനിക്കൊരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ഫ്രഷ് ആൻഡ് കോൺഫിഡൻറ്റ് ഡേ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളും മെഡിറ്റേഷൻ നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സിൽ ആഡ് ചെയ്യാം. മൂന്നാമത്തെ ഹാബിറ്റ്, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 ഐഡിയാസ് കണ്ടുപിടിച്ച് അത് എഴുതി വെക്കുക. ഈ ബുക്കിൻ്റെ അകത്തുള്ളതൊക്കെ ഞാനിതുപോലെ കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുള്ള ബ്രില്യൻ്റ് ആൻഡ് ഫൂളിഷ് ഐഡിയാസാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിച്ച് എഴുതി വെക്കുക. ആൻഡ് അതിൽ ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ എഴുതി വെക്കുന്നത് ബിസിനസ് ആൻഡ് കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസാണ്. നിങ്ങൾ ഏത് പ്രൊഫഷനിലാണ് നിൽക്കുന്നത് ആ ഒരു പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ എഴുതി വെക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എന്നെ ഹെൽപ്പ് ചെയ്തതുപോലെ. നാലാമത്തെ ഹാബിറ്റ്, വർക്കൗട്ട് 30 മിനിറ്റ്സ് ഫോർ എവറി സിംഗിൾ ഡേ. ഇത് നിങ്ങൾക്ക് കുറേ മസിൽ ഉണ്ടാക്കാനോ 6 പാക്ക് ഉണ്ടാക്കാനോ അല്ല, ജസ്റ്റ് ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ഈ ഒരു ഹാബിറ്റിലൂടെ നിങ്ങൾക്ക് നല്ല ഫിസിക്ക് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ഹാബിറ്റിന് ഇതല്ലാതെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്.
ആൻഡ് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തേത് ഒരു ഹാബിറ്റ് അല്ല, പക്ഷേ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്തായാലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് റിമൂവ് ബാഡ് ഹാബിറ്റ്സ് ഫ്രം യുവർ ലൈഫ്. പലവർക്കും പല ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. ചിലവർക്ക് സ്മോക്കിംഗ് ആവാം, ചിലവർക്ക് ഡ്രിങ്കിങ് ആവാം, അല്ലെങ്കിൽ വേറെ പലതും ആവാം. സോ ഇതെല്ലാം നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് സ്ലോലി നിങ്ങൾ ആ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. സ്മോക്കിംഗ് ആയാലും ഡ്രിങ്കിങ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ആയാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലേറ്റർ ഓൺ നിങ്ങളുടെ ഹെൽത്ത് തന്നെയാണ് നിങ്ങൾ ഇതുകൊണ്ട് ഡാമേജ് ആക്കുന്നത്. സോ മാക്സിമം നിങ്ങളിത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക ആൻഡ് സ്ലോലി നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുക. ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുക. ആറാമത്തേതും ഹാബിറ്റ് അല്ല, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ അധികമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓവറായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. ഇങ്ങനെ ഓവറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ കേട്ടില്ലേ അധികമായ അമൃതും വിഷമാണ് എന്ന്? അത് തന്നെ. ഏഴാമത്തെ ഹാബിറ്റ്. ഈ ഒരു ഹാബിറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നും ആവില്ല. സോ ഏഴാമത്തെ ഹാബിറ്റ്, ടോക്ക് ടു യുവർ സെൽഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ റൂമിലെ മിററിൻ്റെ മുന്നിലാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഈ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആയതിന് ശേഷം മാത്രമാണ് ഞാൻ ക്യാമറ ഓണാക്കി അത് ഷൂട്ട് ചെയ്യാറ്. സോ ഇതുകൊണ്ട് ഉണ്ടാകുന്ന എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഇടയിലുള്ള തപ്പിപ്പിടുത്തം എനിക്ക് ഒഴിവാക്കാൻ പറ്റും. എനിക്ക് വട്ടാണെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളിതൊന്ന് കേട്ട് നോക്ക്. നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലൊരു മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് ബ്രെയിനിൽ സ്റ്റോർ ആവും. പിന്നെ നിങ്ങളൊരു ബിസിനസ്മാനാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ ഒരു മീറ്റിങ്ങിൽ നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് അത് ഇതുപോലെ മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോയി നിന്ന് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒന്നുകൂടി ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ ഇതുപോലെ മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് നിങ്ങളോട് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ഹാബിറ്റിനുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യാം. ഈ ഒരു ഹാബിറ്റ് കൊണ്ട് എനിക്കുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. സോ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. അവസാനത്തെ ഹാബിറ്റ്, ഇൻവെസ്റ്റ് 10 to 50 മിനിറ്റ്സ് ഫോർ യുവർ ലേണിങ്സ്. നിങ്ങൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ എല്ലാ ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എൻഷുർ ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റ്സ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും കാണാം. സോ ബൈ.